അങ്കോളയിലെ ഷിരൂരിലേക്ക് മണ്ണിടിച്ചിലുണ്ടായ മേഖലയിലേക്ക് പ്രതീക്ഷയോടെ കണ്ണുനട്ട് ഈ ഒരു പകൽ മുഴുവൻ ആ രക്ഷാദൌത്യം കണ്ടു നിൽക്കുകയായിരുന്നു നമ്മൾ. മണ്ണെടുത്ത് മാറ്റുമ്പോൾ ആ മൺകൂനയ്ക്കടിയിൽ അർജുന്റെ ലോറിയുണ്ട്, അർജുനെ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ സൂര്യൻ അസ്തമിക്കുന്നതിനൊപ്പം ആ പ്രതീക്ഷയായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അവിടെ ഇരുട്ട് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. മണ്ണെടുത്തു മാറ്റിയത് 90% എന്ന് പറയുന്നത് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണയാണ്. എന്നാൽ നോക്കൂ, നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് അത്രയും മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആകാശ ദൃശ്യങ്ങൾ നമുക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. എവിടെയാണ് ഈ ലോറി ഇല്ല എന്ന് ഉറപ്പിക്കാൻ ആസ്പദമായ രീതിയിൽ മണ്ണ് നീക്കിയത് എന്നുള്ളത് ഈ ആകാശ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. അതിൻ്റെ ഒരു പരിശോധനയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ അപകടമുണ്ടായ മേഖല. ഇവിടെ നിന്ന് മണ്ണിടിഞ്ഞ് ഈ പുഴയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വിശദമായി തന്നെ പോകാം. ഇപ്പോൾ ഈ JCB ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ തെരച്ചിൽ നടക്കുന്ന മേഖല, ഈ തെരച്ചിൽ നടക്കുന്നത് റോഡിലാണ്. അതായത് ഗംഗാവാലി പുഴയുടെ നേരെ എതിർഭാഗത്തുള്ള ദേശീയപാതയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മൺകൂന അത് ഗംഗാവാലിയിൽ രൂപപ്പെട്ടതാണ്. ആ ഒരു മൺതിട്ടയ്ക്കുള്ളിൽ വാഹനങ്ങൾ ഏതെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടാകാം. നദിയിൽ നിന്ന് ഉയരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ മൺതിട്ടയ്ക്ക് അത് ഏകദേശം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിന് പുറത്ത് കിടക്കുന്ന മണ്ണാണ് എന്നുള്ള അനുമാനം, ഒരു സാധ്യതയെ നമ്മൾ വിട്ടുകളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇത്ര വിശദമായി പരിശോധിക്കുന്നത്. ഇനി ഈ ദൃശ്യത്തിൻ്റെ ഒരു ആകത്തുകയിലേക്ക് വന്നു കഴിഞ്ഞാൽ മണ്ണ് കൂടിക്കിടക്കുന്ന ഭാഗങ്ങൾ അത് ഓരോന്നായി നമുക്കെടുത്ത് ഒന്ന് പരിശോധിക്കാം. തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ JCB ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ഭാഗം, ആ ഭാഗത്ത് ഈ റോഡ് കടന്നു പോകുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിൽ കൃത്യമായി ഈ പരിശോധന നടത്തേണ്ട ഭാഗം ഏതാണ് എന്നത് കൂടി നമുക്കൊന്ന് നോക്കാം. ഈ മൺതിട്ട കിടക്കുന്ന ഭാഗവും അതിന് നേരെയുള്ള ഈ മരം നിൽക്കുന്ന ഭാഗവും, ഈ മരം നിൽക്കുന്ന ഭാഗത്തേക്കുള്ള ദൂരമടക്കം നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇവിടെയാണ്, അതായത് നദിയുടെ ഏകദേശം മധ്യഭാഗത്തായാണ് നമുക്ക് അത് സ്പോട്ട് നമ്പർ 1 ആയി അടയാളപ്പെടുത്താം. അവിടെയാണ് ഈ മൺതിട്ട, 3 മൺതിട്ടകൾ, അതായത് 3 കൂമ്പാരങ്ങളായി മണ്ണ് നമുക്ക് നദിയുടെ മധ്യഭാഗത്ത് കാണാം. അതിൻ്റെ മറുഭാഗത്തുള്ള തിട്ടയാണ് ഇടിഞ്ഞു പോയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വീടുകളാണ് ഇല്ലാതായത്. അതിലുണ്ടായിരുന്ന 3 പേരെയാണ് ഇനിയും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം പ്രതിഷേധവുമായി ഇന്നത്തെ പകൽ രംഗത്ത് വന്നത്. ഈ മൺതിട്ടയ്ക്ക് അപ്പുറത്തേക്കും മണ്ണ് ഇടിച്ചു കയറിയിട്ടുണ്ട്. അതായത് അത്രയും ഫോഴ്സിൽ ഈ പോയിന്റ് 1ഉം ഇപ്പുറത്തെ നമ്മുടെ ലക്ഷ്മണന്റെ ചായക്കടയിരുന്ന ഭാഗം, ഈ മരത്തിൻ്റെ ഓരത്തായാണ് ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നത്. അത് നമുക്ക് പോയിന്റ് നമ്പർ 2 ആയി അടയാളപ്പെടുത്താം. അപ്പോൾ ഇതുവഴിയാണ് നേരെ ഈ മണ്ണ് ഒലിച്ചു പോയത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ മരമുണ്ടായിരുന്ന ഇടത്താണ് താൻ വാഹനം നിർത്തിയിട്ടിരുന്നത് എന്നാണ് അർജുൻ്റെ വാഹനം അവസാനമായി കണ്ട വിനീഷും ഒരു ഡ്രൈവറാണ്. വിനീഷിൻ്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഈ മരത്തിൻ്റെ തൊട്ടിപ്പുറത്തായാണ്. അവിടെയും ഇപ്പോൾ ഒരു മൺകൂന രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാഹനം കിടന്നിരുന്നതിൻ്റെ നേരെ എതിർഭാഗത്താണ് അർജുൻ്റെ വാഹനം ഉണ്ടായിരുന്നത്. അർജുൻ്റെ വാഹനം തിരിച്ച് ഇതുവഴി വന്ന് റിവേഴ്സ് എടുത്ത് വരുമ്പോൾ താൻ കണ്ടു, അതുവഴി താൻ പാസ് ചെയ്ത് പോയി എന്നാണ് നമുക്ക് വിനീഷ് എന്ന ദൃക്സാക്ഷി നൽകുന്ന വിവരം. ആ വിവരത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് രാവിലെ 7:45 ഈ മരത്തിൻ്റെ മുന്നിൽ ഒരു കടയുണ്ടായിരുന്നു. ലക്ഷ്മണൻ്റെ ചായക്കടയിൽ ചായ കുടിക്കാനായി ആളുകളുണ്ടായിരുന്നു. ലക്ഷ്മണനും ഭാര്യയും 2 മക്കളും, ആ കടയിൽ ജോലി ചെയ്തിരുന്ന ആളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിനീഷ് സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് ലോറി എടുത്ത് പോകുന്ന വേളയിൽ 8 മണിയോടുകൂടി ഇപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് അരുൺ ഉറങ്ങുന്നത് കണ്ടു എന്നാണ് വിനീഷ് ഇന്ന് റിപ്പോർട്ടറിലൂടെ സ്ഥിരീകരിക്കുന്നത്. അർജുനെ ഏറ്റവും അവസാനമായി കണ്ട ദൃക്സാക്ഷി വിനീഷാണ്. അതുകൊണ്ട് തന്നെ വിനീഷിൻ്റെ വാക്കുകൾ വെച്ചുകൊണ്ടാണ്, വിനീഷിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പറയുന്നതും. അപ്പോൾ ഇതുവഴി മണ്ണൊലിച്ചു പോയിട്ടുണ്ട്. ഈ മണ്ണൊലിച്ചു പോയി ആ മണ്ണ് നദിയുടെ മധ്യഭാഗം വരെ വന്നിട്ടാണ് ഇപ്പോൾ ഒരു വലിയ മൺതിട്ടയായി രൂപപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലൊന്ന്. ഇനി നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ ദൃശ്യത്തിൻ്റെ തന്നെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. അതായത് നമ്മളിപ്പോൾ കണ്ട ഭാഗത്ത് നിന്ന് ഈ തെരച്ചിൽ നടക്കുന്ന ഭാഗത്തെ നമുക്ക് പൂർണ്ണമായി ഒന്ന് പരിശോധിക്കണം. ഈ JCB ഒക്കെ ഇപ്പോഴും മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് ഒന്ന് നദിയോട് ചേർന്നുള്ള, അതായത് ഈ മരം നിൽക്കുന്ന ഭാഗമാണ്, JCB നിൽക്കുന്ന ഭാഗം. അതിൻ്റെ നടുവിലായുള്ള ഈ മൺതിട്ടയിൽ ഈ ഭാഗത്തായി അർജുൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അർജുൻ്റെ വാഹനം ഉണ്ടാകാനായുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പ്രധാനമായും അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധ്യതയും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നത് നോക്കൂ. ഈ മൺതിട്ട എന്ന് പറയുന്നത്
ആ മലയിൽ നിന്ന് വന്ന മണ്ണ് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഘടകമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് ഈ പാറക്കല്ലുകളാണ്. അതായത് ആ മല ഇടിഞ്ഞു വീണ ഭാഗത്ത് നിന്നുള്ള അതേ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പാറക്കല്ലുകളും മണ്ണും ഒക്കെ തന്നെയാണ് ഈ മൺതിട്ടയിലും രൂപപ്പെട്ടിരിക്കുന്നത്. ഒപ്പം കടപുഴകി വന്ന ചില മരങ്ങളുടെ അവശിഷ്ടങ്ങളും നമുക്ക് ഈ മൺതിട്ടയുടെ മുകൾ ഭാഗത്തായി കാണാം. അപ്പോൾ ഈ മൺതിട്ട കിടക്കുന്നത് നദിയുടെ മധ്യഭാഗത്തായാണ്. ഈ മൺതിട്ടയ്ക്കടിയിൽ എന്താണെന്നുള്ളത് ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ മൺതിട്ടയ്ക്കടിയിൽ അവിടെ നിന്ന് കാണാതായ 3 വാഹനങ്ങൾ, 2 ബുള്ളറ്റ് ടാങ്കറുകളും അർജുന്റെ ലോറിയുമാണ് ആ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നതായി അതുവഴി 8 മണിക്ക് കടന്നുപോയ വിനീഷിന്റെ ദൃക്സാക്ഷി മൊഴിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു വാഹനത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ വാഹനം തന്നെ ഈ മൺതിട്ടയ്ക്കടിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. നമ്മൾ